വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ബൈക്കും വെച്ചത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിൾ കമ്പാരിസൺ. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 വേഴ്സസ് ദ KTM അഡ്വഞ്ചർ 390. ഇതിലേത് ബൈക്ക് കാണാം. അപ്പം ഈ സ്പെക് ഷീറ്റൊക്കെ കീറി കളയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് സ്പെക് ഷീറ്റ് വെച്ചിട്ട് ഈ ബൈക്കുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന് ഫസ്റ്റ് നോക്കാം. പെട്ടെന്നായിട്ട് അത് നോക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊത്തം യൂസേജ് പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. അതായത് ഒരു ബൈക്ക് വാങ്ങുമ്പോൾ സ്പെക്ക് മൊത്തം ഞാൻ പറഞ്ഞ പോലെ തന്നെ കീറി കളയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജസ്റ്റ് വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ കുറച്ച് ഷോർട്ടറാണ്, ടോർക്കിയറായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരു ലോങ്ങർ ബൈക്കാണ് അഡ്വഞ്ചർ 390 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അഡ്വഞ്ചർ 390 നോക്കിയാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് കിറ്റ്, ഭംഗി കാണാൻ തോന്നിക്കുന്ന ഒരു ബൈക്ക്. ആക്ച്വലി ഈ ഒരു ബൈക്ക് സ്റ്റോക്ക് ADV 390 അല്ല, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഇതിന് 790 കിറ്റ് ഉണ്ട്. ഇത് എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ചെയ്യുന്നതാണ്, മോട്ടോർ സ്ട്രാപ്പിനാണ് ഹാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ ബൈക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്ക് കുറച്ച് ടോളറാണ്, അത്രത്തോളം ടോർക്കിയറല്ല, പവറിൻ്റെ മുകളിൽ കളിക്കുന്ന ഒരു ബൈക്കാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ബാക്കി കുറേ ഇലക്ട്രോണിക്സ് ഉണ്ട്, കുറേ കൂടെ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യും. ഇത്രയാണ് ഫസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെക് ഷീറ്റ് കീറി കളഞ്ഞ് നമുക്ക് ഓടിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മൾ റോഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴുള്ള ഫീലിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് പറയാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് കമ്പാരിസൺ ചെയ്യാം. ബ്രേക്സ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം റോയൽ എൻഫീൽഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സിൻറ്റേഡ് പാഡ്സ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സെറ്റിങ്സിൽ ഞാൻ പറയുന്നത് റോയൽ എൻഫീൽഡ് ബ്രേക്ക് വളരെ നല്ലതാണ്. KTMൻ്റെ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ വളരെ വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റെയർ ബ്രേക്ക് എസ്പെഷ്യലി ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ബൈക്കായിട്ടാണ്, അതായത് ബ്രേക്കിംഗ് ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫീലാണ്. KTMൽ വരുന്ന WP ആണ്, ഇതിനകത്ത് വരുന്ന ഷോവയാണ്. അപ്പം WP എന്ന് പറയുന്നത് മോർ കൺട്രോൾ ഓറിയൻറ്റഡ് ആണ്, കുറച്ച് സ്റ്റിഫാണ്, പക്ഷേ മോർ കൺട്രോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്ക് സസ്പെൻഷനാണ്. ഓൺ ദിസ് വൺ ഷോവ എന്ന് പറയുന്നത് സച്ച് എ സ്വീറ്റ് ഷോവ. യുനോ ഈ ഷോവ സസ്പെൻഷൻ തന്നെയാണ് നമ്മൾ പല ഹോണ്ട വെഹിക്കിൾസും കാണുന്നത്. ഹോണ്ട വെഹിക്കിൾസ് ആർ മോർ ഓൺ ടു കംഫർട്ട്. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തൊന്നുള്ളൂ, അല്ലാതെ വേറെ ഫാൻ ബോയ് മൊമെൻറ്റ് പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് കുറച്ചുകൂടെ കംഫർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് എന്തിന് മുകളിൽ കൂടെ ഓടിയാലും റൈഡറിന് ഭയങ്കര കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ഉള്ളത്. ഇനി നമ്മൾ സീറ്റ് നോക്കിയാൽ ഡെഫിനറ്റ്ലി ഹിമാലയൻ്റെ സീറ്റാണ് ബെറ്റർ, ഫാർ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. കാരണം KTMൻ്റെ സീറ്റ് കുറച്ച് സ്റ്റിഫറാണ്, ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് വൈഡറും ആണ്, കുഷൻഡും ആണ്. പിന്നെ ഇതിന് ആദ്യമായിട്ടാണ് നമുക്ക് കുറച്ചുകൂടി ഒരു മൂവ് അറൗണ്ട് ചെയ്യാനുള്ളൊരു സ്പേസ് വരുന്നത്. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവുള്ളൂ. ഇനി നമ്മൾ ആനുവൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടി ഓഫ് റോഡ് വണ്ടികളാണ്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മറിഞ്ഞു കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുവിധപ്പെട്ട സർവീസ് ബിൽസൊക്കെ സെയിം ആണ്. കാരണം KTMും കുറച്ച് എക്സ്പെൻസീവ് ആണ്, പിന്നെ ഹിമാലയനും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് സർവീസ് ബിൽസിനൊന്നും ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. രണ്ട് വണ്ടിയുടെ മൈലേജ് നോക്കുകയാണെങ്കിലും രണ്ടും ഓൺ ആൻഡ് അറൗണ്ട് ഒരു 25 to 30 km/ലിറ്റർ ആയിരിക്കും മൈലേജ് തരുന്നത്. എനിക്ക് പറയാം, ഓണേഴ്സ് വന്നിട്ട് പറയുന്നത് എനിക്ക് അത്ര കിട്ടി, എനിക്ക് ഇത്ര കിട്ടുന്നത്. ഞാനൊരു ആവറേജ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ, ഒരു ബെസ്റ്റ് കേസ് അല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അഡ്വഞ്ചർ 390ക്കാണ് എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി റോയൽ എൻഫീൽഡിൽ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഓടിച്ച് ഒരു 1000 കിലോമീറ്ററിന് മേലെ ഞാനിപ്പോൾ ഓടിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുന്നൊരു സമയത്ത് എനിക്ക് ചെറിയ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് കിടക്കാം, അതായത് ഇതിൻ്റെ വേർഡിക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിറ്റിയിലേക്ക് നോക്കുന്ന ഒരാളെന്ന് വരിക, സിറ്റി ബൈക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബൈക്കും അത്രത്തോളം നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒരു സ്ട്രീറ്റ് ബൈക്ക് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെയ്യുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ്ങർ ബൈക്കാണ്, അത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫിൽറ്റർ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടാണ്. പഴയ ഹിമാലയൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ അഡ്വഞ്ചർ ബൈക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഇത് കുറച്ച് ലോങ്ങർ ബൈക്കാണ്, സിറ്റിയിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൺ ദ അതർ സൈഡ് നമുക്ക് KTMൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ടോർക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകണം. ഷോർട്ട് ഗിയറിംഗ് ആണ്, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകണം, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് വരും വേണം. അപ്പം അത്രത്തോളം ഒരു ഐഡിയൽ സിറ്റി ബൈക്കല്ല, ഓടിക്കാനേ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ബമ്പർ ടു ബമ്പറിൽ ഓടിക്കുന്ന ഒരു സമയത്ത് രണ്ടും ഒരു സിറ്റിക്ക് വേണ്ടി മാത്രമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വേറൊരു വണ്ടി നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല നോക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മൾ റോഡുകൾ നോക്കുമ്പോൾ ഒരുപാട് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, നല്ല പെർഫെക്റ്റ് എൻഡ്യൂറോ ട്രാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. രണ്ട് വണ്ടി പൊളിയാണ്. ഇനി നിങ്ങൾ ഹൈവേയിലേക്കാണ് നോക്കുന്നത് വിചാരിക്കുക, നിങ്ങൾ നോക്കുന്ന ഒരു ഫാസ്റ്റ് ബൈക്കാണെന്ന് വിചാരിക്കും. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, റോയൽ എൻഫീൽഡ് ഹിമാലയനാണ് ഈ രണ്ട് വണ്ടിയിൽ എനിക്ക് ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം കുറച്ച് ഏർലി ആയിട്ട് കിക്ക് ചെയ്യുന്നൊരു ടോർക്ക്, കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നൊരു പവർ, ഇതാണ് ഞാൻ റോയൽ എൻഫീൽഡ് കാണുന്നത്. അതായത് ഒരു 150 ഇത് പുട്ട് പോലെ പോകും, 160 കുറച്ച് പുട്ട് കുറഞ്ഞാലും പോകുന്നുണ്ട്, പിന്നെ ഒരു 165 വരെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ക്ലൈമ്പിംഗ് സ്പീഡ്സാണ്. പക്ഷേ KTM അങ്ങനെയല്ല, KTM അതിനേക്കാളും കുറച്ചുകൂടെ താഴ്ത്താണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ലീഗൽ സ്പീഡ്സ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേസാണ്. നോർത്ത് ഇന്ത്യ മാത്രമല്ല, തമിഴ്നാട് തന്നെ വന്നാൽ മതി, ഭയങ്കര നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേസാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഫാസ്റ്റാണ് ഹൈവേസിലേക്ക് നോക്കുന്ന സമയത്ത്. പിന്നെ ഇത് മോർ കംഫർട്ടബിളുമാണ്. പക്ഷേ കൺട്രോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KTM ആണ് കുറച്ചുകൂടെ കൺട്രോളിങ്. ഞാൻ പറഞ്ഞ സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതാണ് മോർ കൺട്രോളിങ്.
പിന്നെ രണ്ട് ബൈക്കിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബൈക്കിലും നമ്മൾ ആ ബൈക്കിൻ്റെ മേലെ ഇരുന്ന് ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യുക. പ്രീവിയസ് ഹിമാലയൻ ആക്ച്വലി നമ്മൾ വണ്ടിക്ക് ഉള്ളിലിരുന്ന് ഓടിക്കുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും ആക്ച്വലി പഴയൊരു ഹിമാലയൻ ഓണറിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടെന്ന്. അത് കോൺഫിഡൻസ് ഇഷ്യൂ വരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ മേലെ ഇരുന്ന് ഓടിക്കുന്നു എന്നുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ രണ്ട് വണ്ടിയും സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപോലെ തന്നെയാണ് ഹൈവേയിൽ ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓഫ് റോഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി KTM 390 എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു റാലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഫാസ്റ്ററായിട്ട് നമ്മൾ ഓടിക്കാൻ ഇൻസ്പയർ ചെയ്യുന്നൊരു ബൈക്ക് പോലെ. ഓൺ ദ അതർ സൈഡ് ഫസ്റ്റ് ഹിമാലയൻ, അതായത് 411 ഹിമാലയൻ എന്ന് പറയുന്നത് ഒരു ടോർക്കിയർ ആയിട്ടുള്ള സ്ലോ ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നൊരു ബൈക്കാണ്. എന്താ പറയുക, ആ ഹിമാലയനെ എടുത്ത് കാട്ടിലേക്ക് കളഞ്ഞിട്ട് വന്നൊരു ബൈക്കാണെന്ന് തന്നെ പറയണം. കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു ബൈക്ക് കൊണ്ടുവന്നത്. ഈ ഒരു ബൈക്കിന് ആ ഒരു ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ പോലും ഇല്ല ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത്. ഇത് ആക്ച്വലി ഇപ്പം റാലി റൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സെൻഡ് ഇറ്റ് ഫാസ്റ്റായിട്ട് ഓടിക്കുക, ഫുൾ ത്രോട്ടിൽ, അതായത് കുറച്ച് RPM കയറിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫൺ ഫാക്ടർ ഉള്ളൂ എന്നൊരു ഫീൽ ചെയ്യുന്ന ഒരു ബൈക്ക്. അപ്പം ഓഫ് റോഡ് പോകുന്നൊരു സമയത്ത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്കാണ്. പക്ഷേ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെവിയർ ബൈക്കാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഹെവിയർ ബൈക്കാകുമ്പോൾ കുറച്ചുകൂടെ ഡിസ്കംഫേർട്സ് അല്ലേ ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഹെവിയർ ബൈക്കാകുമ്പം ഈ KTM വെച്ച് നോക്കുന്ന ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക കുറച്ചുകൂടി ഗ്രിപ്പ് ചെയ്യാനും ഈ ഒരു വെയിറ്റ് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ തന്നെ എനിക്ക് വെയിറ്റ് കിട്ടുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈമൊക്കെ സ്ലൈഡ് ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ ആ ഒരു റാലി റൈഡ് ഫീൽഡിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഓഫ് റോഡ് ചെയ്യുന്നൊരു സമയത്ത് എനിക്ക് ഹിമാലയനാണ് കുറച്ചുകൂടെ ലൈക്കബിളായിട്ട് തോന്നിയത്. ഇനി നമുക്ക് റിലയബിലിറ്റിയിലേക്ക് പോകാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ KTM വളരെ ബെറ്ററാണ്. 1-on-1 ബിൽഡ് ക്വാളിറ്റി നോക്കുന്നതുകൊണ്ട് അത് രണ്ട് വണ്ടിയിൽ നിന്ന് ഞാൻ വീണിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ട്, KTM-ലും വീണിട്ടുണ്ട്. KTM-ന് ഇഞ്ചുറീസ് കുറച്ചുകൂടെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇഞ്ചുറീസ് അല്ല, ഇതിന് മുകളിൽ കുറച്ചുകൂടെ സ്കെയറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വേറെ കാണുന്നുണ്ട്. അതും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂവിനകത്ത് പറയാം. പിന്നെ നിങ്ങൾ പ്രൂവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് മാത്രം നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഒരു അഭിപ്രായത്തിൽ എഴുതി തീർന്ന കവിതകൾ മാത്രമേ അവൻ വായിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. എനിക്ക് സർവീസ് സെൻ്ററിലേക്കൊന്നും പോകണ്ട, എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്ന അവനെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും KTM ആണ് ഇപ്പോൾ നോക്കേണ്ടത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KTM-ൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു 390 ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പോരാത്തതിന് ഹിമാലയൻ്റെ ഫസ്റ്റ് വെർഷൻ. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ റോയൽ എൻഫീൽഡ് ഹിസ്റ്ററി എന്നല്ല, ഏതൊരു ബൈക്കിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിലും ബൈക്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻസ്. അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടാവാം. അപ്പോൾ ഒരു ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് അത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ബൈക്കല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചില്ലായിട്ടുള്ളതാണ്, അതായത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് വരിക. അപ്പം വെൻ ഇറ്റ് കംസ് ടു ബൈക്ക് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. അതായത് ഒരു നല്ലൊരു പ്രൈസ് നല്ലൊരു ബൈക്ക് കിട്ടാണ്, ഇടയ്ക്ക് സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോ ഫിക്സുകളൊക്കെ ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ദാറ്റ്. ബിക്കോസ് ഐ ആം എൻ എഞ്ചിനീയർ, ഞാൻ കുറേ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരുപാട് തലക്കറി എനിക്ക് ദേഷ്യം വരും. ബട്ട് സ്റ്റിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ ലുക്ക് ഇൻ ടു ദ ഹിമാലയൻ. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു വേർഡിക്റ്റ് പറയുകയാണ്, ഇതിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫാസ്റ്റായിട്ട് കംഫർട്ടബിളായിട്ട് കുറേ കൂടെ റാലി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൈക്കാണ്. അതല്ല നിങ്ങൾ ഫാസ്റ്റ് തന്നെയായിട്ട് നിങ്ങൾ കുറേ കൂടെ റിലയബിളായിട്ട് കുറേ കൂടെ ലൈറ്ററായിട്ടുള്ളൊരു ബൈക്കാണ് നോക്കുന്നത്, KTM Adventure 390. ഇത്രയാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വീഡിയോനെ കുറിച്ച്. പിന്നെ നിങ്ങൾ ഈ രണ്ട് വണ്ടി ഓൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ഒരാൾക്ക് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. എനിക്കിപ്പോൾ ഇതൊരു 1000 കിലോമീറ്ററും മറ്റേ വണ്ടി ഒരു 1000 കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. പ്ലീസ് ഡു ഷെയർ യുവർ തോട്ട്സ് ഇൻ ദിസ് വീഡിയോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye-bye. ഞാൻ പറഞ്ഞില്ല ഇവൻ ഫാസ്റ്റാണ്, ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് വൈബ്രേഷൻ. എൻ്റെ മിററൊക്കെ ചളുക്കോ പുളുക്കോന്നായിട്ടുണ്ട്.